എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ലീഫ് ഗാർഡൻ്റെ ഓണാശംസകൾ. ഈ ഓണത്തിന് ഒരു കിഡിലൻ ഓഫറാണ് ലീഫ് ഗാർഡൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലുള്ള ഏത് പ്ലാന്റ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിലും വെറും 50 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇൻട്രോയിൽ കാണിക്കുന്ന ഈ അസേലിയ പ്ലാന്റ് ഓഫറിലുള്ളതല്ല, അതല്ലാതെയുള്ള പ്ലാന്റുകളാണ് ഉദ്ദേശിച്ചത്. ഇതൊരു ലിമിറ്റഡ് ഓഫറാണ്. പിന്നെ ആകെയുള്ളൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇതിൽ ഒരു മിനിമം 3 പ്ലാന്റ്സ് എടുക്കുമ്പോഴാണ് ഈ 50 രൂപ പ്രൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും. ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റുകളെല്ലാം നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് ലഭിക്കുകയും ചെയ്യും. വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റുകൾ നിങ്ങൾ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക, അല്ലെങ്കിൽ അവയുടെ പേര് എഴുതി വെച്ച് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും. ആദ്യമായിട്ട് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് മിനിയേച്ചർ ടിബോച്ചിന പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് അക്കാലിഫ പ്ലാന്റ് ആണ്. അക്കാലിഫ നിങ്ങൾക്ക് ഒരു ബോർഡർ കവറിംഗ് ആയിട്ടും അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് എൽഡർബെറി പ്ലാന്റ് ആണ്. സാമ്പക്കസ് എന്നൊരു പേരുണ്ട്. ഇത് നല്ലൊരു ശ്രബ് വെറൈറ്റിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് ഡേക്യൂനാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോയിൽ കൊണ്ടുവരുന്നത്. അതും ഈ ഒരു ഓണത്തിന് തന്നെ 50 രൂപ ഓഫറിലാണ് നിങ്ങൾക്കിത് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബംഗാൾ ട്രംപറ്റ് ആണ്. നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന എന്നാൽ പെട്ടെന്ന് തന്നെ പൂക്കളാവുകയും ചെയ്യുന്ന ഒരു വള്ളിച്ചെടി കൂടിയാണ് ബംഗാൾ ട്രംപറ്റ്. നല്ല ഹെൽത്തിയായ വള്ളി വീശി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ യെല്ലോ അലമാണ്ടയാണ്. ഇതൊക്കെ 120 റുപ്പീസ് വരെ റേറ്റുള്ള പ്ലാന്റുകളാണ്. ആദ്യമായിട്ടാണ് ഓഫറിൽ എടുത്തിട്ടുള്ളത്. ഈ ഒരു 50 രൂപ ഓഫറിലാണിത് ഫസ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ബ്ലൂ തമ്പർജിയ ഇറക്റ്റയാണ്. ഇതൊരു ശ്രബ് വെറൈറ്റിയാണ്. നിങ്ങൾക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ട് വളർത്താം, അതുപോലെ തന്നെ പോട്ടിലും വളർത്താം. പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. സ്ലോ ഗ്രോത്ത് ഒന്നുമല്ല, നന്നായിട്ട് നിറഞ്ഞു വരുന്നൊരു പ്ലാന്റ് തന്നെയാണ്. ഈ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് ഏഞ്ചൽ ബിഗോണിയാണ്. ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയ ഇതുപോലെ ഈ സൈസിലുള്ള ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മണ്ണിളക്കിയിട്ടൊന്നുമല്ല, ഈ ജിഫിയോട് കൂടെ തന്നെയാണ് ഈ പ്ലാന്റുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അടുത്തതായിട്ട് ചൈനീസ് റെയിൻബെല്ലാണ്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് പൂക്കളാകുന്ന ഒരു ശ്രബ് വെറൈറ്റി തന്നെയാണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് ഫിഷ് ബോൺ കാറ്റസ് ആണ്. ഇതൊക്കെ ഒരു റെയർ പ്ലാന്റിൻ്റെ ഇനത്തിൽപ്പെട്ട തന്നെയാണ്. എങ്കിലും ഈ ഒരു ഓണത്തിന് എൻ്റെ ലീഫ് ഗാർഡൻ്റെ കൂട്ടുകാർക്കായിട്ട് ഞാൻ ഈ ഒരു പ്ലാന്റിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് സിംഗിൾ പെറ്റൽ അസാലിയാണ്. അസാലിയുടെ സിംഗിൾ പെറ്റൽ ഞാനൊരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് കസ്റ്റമേഴ്സ്, മിക്കവാറും എല്ലാ കസ്റ്റമേഴ്സും തന്നെ വാങ്ങിയൊരു പ്ലാന്റ് കൂടെയാണ്. അസാലിയൊക്കെ 50 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ചാൻസ് വളരെ കുറവാണ്. അടുത്തായിട്ട് ഫയർ സ്പൈക്കാണ്. ഇതും പെട്ടെന്ന് തന്നെ പൂക്കളാകുന്ന പോട്ടിലും നിലത്തൊക്കെ വളർത്താൻ പറ്റിയൊരു ശ്രബ് പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് ഗുവ. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പേര് സ്ട്രോബെറി ഗുവ എന്നാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല റെഡ് ഷെയ്ഡിൽ പഴുത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് ഷെയ്ഡായിരിക്കും. പോട്ടിലും വളർത്താം, അതുപോലെ തന്നെ നിലത്തും വളർത്താൻ പറ്റിയൊരു ഫ്രൂട്ട് പ്ലാന്റാണിത്. അടുത്തതായിട്ട് വരുന്നത് പീനട്ട് ഗ്രാസ് ആണ്. ഗ്രൗണ്ട് കവറിങ് ആയിട്ട് വളർത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് മാത്രം സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് പോട്ടിൽ വളർത്താം. ഇനി പോട്ടിലൊക്കെ വളർത്താൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് ഡോഹാഫ് മധുമാലതിയാണ്. അധികം ഹൈറ്റ് വെച്ച് പോകില്ല, ബുഷിയായിട്ട് നിന്നിട്ട് തന്നെ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്നു. ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും പൂക്കളായിരിക്കും. അടുത്തതായിട്ട് പെപ്പിനോ പ്ലാന്റ് ആണ്. പെപ്പിനോ ഒക്കെ വാങ്ങിയവർക്കും എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ്. ഏകദേശം 80 റുപ്പീസ് 100 റുപ്പീസൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഓഫറിൽ വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിച്ചോളൂ. അടുത്തായിട്ട് ബ്ലാക്ക് പെപ്പറോമിയാണ്. ബ്ലാക്ക് പെപ്പറോമിയ ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്താം. ഇതിന് മിനിയേച്ചർ റബ്ബർ പ്ലാന്റ് എന്നും വിളിക്കാറുണ്ട്. നല്ല ഹെൽത്തി ആയ ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. പെപ്പറോമിയയുടെ 2-3 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അടുത്തായിട്ട് മിനിയേച്ചർ അലമാണ്ട പ്ലാന്റ് ആണ്. ഇത് നോർമൽ അലമാണ്ട പോലെയല്ല, ഒരുപാട് ഹൈറ്റ് വെച്ച് പോവില്ല, ബുഷിയായിട്ട് നിന്നിട്ട് നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. അടുത്തതായിട്ട് വരുന്നത് പിങ്ക് ബ്ലീഡിങ് ഹേർട്ടാണ്. പിങ്ക് എന്ന് പറയുമ്പോൾ റെഡ് ബ്ലീഡിങ് ഹേർട്ട് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ ആ പുറത്തുള്ള ഒരു കപ്പാണ് പിങ്ക് ഷെയ്ഡിലുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത്
പീലിയയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. നിങ്ങൾക്ക് ഈ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെഡ് പീലിയ എന്ന് മെൻഷൻ ചെയ്താലും മതിയാകും. നെക്സ്റ്റ് വൺ ഒരു ലീഫി പ്ലാന്റ് തന്നെയാണ്. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ പറ്റിയ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു പിങ്ക് ആൻഡ് റെഡ് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. യൂഫോബിയ അംബുലേറ്റ എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ ആഫ്രിക്കൻ മിൽക്ക് ബുഷ് എന്നുള്ള പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ബുഷായി നിന്ന് കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഏഞ്ചൽ ട്രംപറ്റ് ആണ്. ഏഞ്ചൽ ട്രംപറ്റിൻ്റെ ഈ വൈറ്റ് പ്ലാന്റിനെ നിങ്ങൾക്ക് നിലത്തും പോട്ടിലൊക്കെ വളർത്താനായിട്ട് സാധിക്കും. നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഈ ഒരു പ്ലാന്റ് നല്ല പെട്ടെന്ന് തന്നെ ബുഷായിട്ട് പൂക്കളാകുന്ന ഒരു ചെടി കൂടെയാണ്. അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് നൈറ്റ് ക്യൂനാണ്, ബ്രഹ്മകമലം. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തതായിട്ട് യെല്ലോ ജാസ്മിനാണ്. യെല്ലോ ജാസ്മിൻ ചെറിയൊരു സുഗന്ധമുണ്ട്, എന്നാൽ ജാസ്മിൻ ഫ്ലവറിനോട് സാദൃശ്യമുള്ളത് കൊണ്ടാവാം യെല്ലോ ജാസ്മിൻ എന്ന പേര് വന്നത്. ഒരുപാട് സ്മെല്ലുള്ളൊരു ഫ്ലവർ അല്ല, കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോയിട്ടാണ് ഇതിൽ പൂക്കളാവുന്നത്. കുറച്ച് മെച്ചറായി കഴിയുമ്പോഴാണ് പൂക്കളുണ്ടാകുന്നതും. അടുത്തതായിട്ട് വരുന്നത് വെരിഗേറ്റഡ് കോസ്റ്റസ് ആണ്. കോസ്റ്റസിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. പോട്ടിലൊക്കെ ഇതുപോലെ നിർത്തുകയാണെങ്കിൽ നമുക്കൊരു ഹാഫ് ഇൻഡോർ ആയിട്ട് സിറ്റ് ഔട്ടിൽ ബാൽക്കണിയിലൊക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. ചെറിയൊരു വെളിച്ചം കിട്ടിയാലാണ് നന്നായിട്ട് വെരിഗേഷൻ ഉണ്ടാവുന്നത്. അടുത്തതായിട്ട് ഗ്രീൻ പീലിയാണ്. പീലിയയുടെ ലീഫ് നിങ്ങൾക്കറിയാം, നല്ലൊരു സ്ട്രക്ചറാണ്, ഒരു വെൽവെറ്റ് സ്ട്രക്ചറാണ്. ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ലീഫുകൾ കാണുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല, അതുപോലെ തന്നെ ഓവർ വാട്ടറിങ് ആവാതെയും ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റാണ്. അടുത്തതായിട്ട് പെപ്രോമിയ ജിന്നി. ഇതൊരു റെഡ് പെപ്രോമിയ, റെഡ് വെരിഗേഷനും കൂടെ വരുന്നൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇതൊന്നും 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു നഴ്സറികളിൽ നിന്നും ലഭിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ്. അടുത്തതായിട്ട് വെരിഗേറ്റഡ് ഐവി പ്ലാന്റാണ്, ഇംഗ്ലീഷ് ഐവി ആണ്. ഇംഗ്ലീഷ് ഐവിയുടെ തന്നെ അത്യാവശ്യം പടർന്ന് കയറി പോകുന്ന നമുക്ക് വോൾ ക്രീപ്പറൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടിൽ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. അടുത്തതായിട്ട് സെൻറ്റ് ജോൺസ് വേർട്ട്. ഇതിനെയാണ് യെല്ലോ മെലസ്ട്രോമ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഇത് ശരിക്കും മെലസ്ട്രോമയുടെ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് അല്ല, എന്നാൽ ഇതിൻ്റെ പൂക്കൾ ശരിക്കും നമുക്ക് മെലസ്ട്രോമയോട് തന്നെ സാദൃശ്യം തോന്നുന്നത് കൊണ്ടാവാം ഇതിനെ യെല്ലോ മെലസ്ട്രോമ എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ്. നമുക്കൊരു ചെറിയൊരു ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്. നല്ല വെളിച്ചം വേണം, എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. അടുത്തതായിട്ട് മ്യൂസിക്കൽ നോട്ടാണ്. അത്യാവശ്യം സുഗന്ധമുള്ള ഒരു സ്ട്രബ് വെറൈറ്റി കൂടിയാണ് ഈ മ്യൂസിക്കൽ നോട്ടിൻ്റെ പൂക്കൾക്കുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല മ്യൂസിക്കൽ നോട്ടിൻ്റെ ആ ഒരു രീതിയിലാണ്, ആകൃതിയിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. അടുത്തായിട്ട് ക്യാറ്റ്സ് ക്ലോ ആണ്. ക്യാറ്റ്സ് ക്ലോ നിങ്ങൾക്കറിയാം, പൂക്കൾക്ക് മാത്രമല്ല ലീഫിനും നല്ല ഭംഗിയാണ്. നല്ലൊരു തിളക്കമുള്ള ലീഫുകളാണ് ഈ ക്യാറ്റ്സ് ക്ലോവിൻ്റേത്. ഫുൾ ഗ്രീനിഷ് ആയിരിക്കും, എവർഗ്രീൻ ആയിട്ടുള്ളൊരു ക്രീപ്പർ വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ്. ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ നമുക്ക് ശരിക്കും ഇത് ഒറിജിനൽ ആണോ എന്ന് തോന്നിപ്പോകും. പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ പൂക്കൾ, അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തായിട്ട് വരുന്നത് റെഡ് ഹൈഡ്രാഞ്ചിയാണ്. റെഡ് ഹൈഡ്രാഞ്ചി ഒന്നും നിങ്ങൾക്ക് 50 രൂപയ്ക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. ഞാൻ മുമ്പൊരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടൊരു പ്ലാന്റ് കൂടിയാണ് റെഡ് ഹൈഡ്രാഞ്ചിയ. അടുത്തതായിട്ട് ഗ്രീൻ സൈപ്രസ് ആണ്. ഗ്രീൻ എന്ന് പറയുമ്പോൾ നല്ലൊരു പീക്കോക്ക് ഷെയ്ഡിലേക്ക് വരുന്നൊരു ഗ്രീനാണ് കേട്ടോ. നല്ല ഭംഗിയാണിത് കാണാൻ. നമുക്ക് വെട്ടി ഒതുക്കി പല ഷേപ്പുകളിൽ നിർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു സൈപ്രസ് പ്ലാന്റ്. ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, നല്ല ഹെൽത്തിയായ അത്യാവശ്യം 1 അടിയോളം ഹൈറ്റായ പ്ലാന്റ് തന്നെയാണ്. അടുത്തതായിട്ട് ബെർലേറിയ പ്ലാന്റ് ആണ്. നല്ല പിങ്ക് ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്ന ബെർലേറിയയുടെ നല്ല ഹെൽത്തി പ്ലാന്റാണ് നിങ്ങൾക്ക് ലഭിക്കുക. അടുത്തായിട്ട് അവക്കാഡോയാണ്. പുള്ളോക്ക് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എല്ലാ കാലാവസ്ഥയിലും നന്നായിട്ട് കായ പിടിക്കും. സീഡ്ലിംഗ് പ്ലാന്റ് ആണ് ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പുതിയ വെറൈറ്റി തന്നെയാണ്, വെരിഗേറ്റഡ് ചൈനീസ് ലെഗസ്ട്രം. ഇത് ഒരു സ്ട്രബ് വെറൈറ്റിയാണ്, കുറ്റിച്ചെടിയാണ്. ബോർഡർ പ്ലാന്റ് ആയിട്ട് നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബോൺസായി ആയിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ്. അടുത്തായിട്ട് വരുന്നത് വയലറ്റ് ജാസ്മിനാണ്. എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു സ്ട്രബ് വെറൈറ്റി തന്നെയാണ്. അധികം ഹൈറ്റ് വെച്ച് പോവാതെ തന്നെ നിറഞ്ഞു പൂക്കളാകുന്നു. നെക്സ്റ്റ് വൺ റെഡ് ബോട്ടിൽ ബ്രഷാണ്. പോട്ടിലും നിലത്തും വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. നിലത്താണെങ്കിൽ ഒരു ഫ്ലവറിങ് ട്രീ ആയിട്ട് മാറുന്ന പ്ലാന്റ് കൂടെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഞാവലാണ്. ഞാവലിൻ്റെ റെഡ് ഞാവലിൻ്റെ ബ്ലാക്ക് ഞാവലിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് അല്ല,
സീഡ്ലിംഗ് പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം ഹൈറ്റായ മെച്ചുറായി തുടങ്ങിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തായിട്ട് പിങ്ക് ജാക്കോബിനെയാണ്. ഈ സ്റ്റബ് വെറൈറ്റി കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടെയാണ്. ഇനി നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു പ്ലാന്റാണ്, ഡാൻസിങ് ഡോളാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു 50 രൂപ പ്രൈസിൽ പ്രതീക്ഷിക്കാത്തൊരു പ്ലാന്റ് കൂടെയാണിത്. ഇതിൻ്റെ 2 കളേഴ്സ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 2 കളേഴ്സാണ് ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് വൈറ്റ് ജാക്കോബിന പ്ലാന്റ് ആണ്. ഇതിൻ്റെ പിങ്ക് നമ്മൾ നേരത്തെ കണ്ടു. ഇത്തവണ ഞാൻ പിങ്കും വൈറ്റും മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ സ്റ്റോക്ക് കുറച്ച് കുറവാണ്. അപ്പോൾ ഓഫറിൽ കൊണ്ടുവന്ന് നമുക്ക് തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അടുത്തതായിട്ട് വരുന്നത് റിബൺ ഗ്രാസ് ആണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഹാങ്ങിങ് പോട്ടിലും ഒക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഗ്രൗണ്ട് കവറിങ് ആയിട്ട് അങ്ങനെ വളർത്താം. അടുത്തായിട്ട് ട്രംപറ്റ് വൈനാണ്. നല്ല ഭംഗിയാണ്. ഓട്ടുമുല്ല എന്നുള്ള ഒരു വിളിപ്പേരുള്ള പ്ലാന്റാണിത്. നമുക്കിങ്ങനെ ലീഫ് കാണാതെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. പെട്ടെന്ന് തന്നെ പൂക്കളാകുന്ന പ്ലാന്റാണിത്. അടുത്തായിട്ട് ഡോംബയ പ്ലാന്റ് ആണ്. നമ്മുടെ ഹൈഡ്രാഞ്ചിയയുടെ ഒക്കെ പൂക്കൾ പോലെ നല്ല ബഞ്ചായിട്ട് നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സ്റ്റബ് വെറൈറ്റിയാണ്. കുറച്ച് സമയം കൊണ്ടൊരു ട്രീ ആയിട്ട് മാറും. നെക്സ്റ്റ് വൺ വരുന്നത് ടിബോച്ചിനയാണ്. ടിബോച്ചിനയുടെ മിനിയേച്ചർ നമ്മൾ ഫസ്റ്റ് കണ്ടു. ഇത് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പാണ്. നമ്മുടെ മെലസ്ട്രോമയുടെ ഒക്കെ ഒരു പൂക്കളോട് സാദൃശ്യം തോന്നുന്ന പൂക്കളാണ് ഈ ടിബോച്ചിന പ്ലാന്റിന് ഉള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈനാണ്. ശരിക്കും ആ ഒരു ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇങ്ങനെ തീ കത്തി നിൽക്കുന്ന പോലെയാണ് ഇവയുടെ പൂക്കൾ വിടർന്ന് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇല കാണാതെ നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. മാത്രമല്ല പെട്ടെന്ന് തന്നെ പൂക്കളാവും. ഒരുപാട് മെച്ചുർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം പടർന്നു കയറി പൂക്കളാകുന്ന പ്ലാന്റാണിത്. അടുത്തതായിട്ട് വരുന്നത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ്. പഴുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു വയലറ്റ് കളറിലാണ് ഇതുണ്ടാകുന്നത്. അത്യാവശ്യം സ്വീറ്റ് ആയിരിക്കും ഈ ഫ്രൂട്ട്. നെക്സ്റ്റ് വൺ ഏഞ്ചൽ ട്രംപറ്റിൻ്റെ പിങ്ക് ഷെയ്ഡാണ്. വൈറ്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇത് അതിൻ്റെ തന്നെ പിങ്കാണ്. പെട്ടെന്ന് പൂക്കളാകുന്ന ഒരു സ്റ്റബ് വെറൈറ്റി തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് സീഡ്ലെസ് ലെമണാണ്. ഇത് കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ സാധാരണ ലെമൺ പോലെ തന്നെ, എന്നാൽ സീഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തൊലിക്കൊന്നും കയ്പില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ജ്യൂസാക്കി കഴിക്കാനായിട്ടും സാധിക്കും. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അടുത്തതായിട്ട് വരുന്നത് ലോലിപോപ്പ് പ്ലാന്റ് ആണ്. യെല്ലോ ഫ്ലവറുള്ള ലോലിപോപ്പ് പ്ലാന്റ് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ ഒരുപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറഞ്ഞ് പൂക്കളായി നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയായിരിക്കും. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഒരുപാട് വെയിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പൂക്കളായി കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് വൺ മണിമുല്ല പ്ലാന്റ് ആണ്. നല്ല സുഗന്ധമുള്ള നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന, ഇല കാണാതെ തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു ഫ്ലവറിങ് ക്രീപ്പറാണിത്. അടുത്തതായിട്ട് ഫ്യൂഷ്യ പ്ലാന്റിൻ്റെ ഡാൻസിങ് ഡോളിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണ്. അപ്പോൾ 2 ഷെയ്ഡാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നൊന്ന് മെൻഷൻ ചെയ്താൽ മതി. നമ്മളടുത്ത് ഒരു 10ഓളം കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് പിങ്ക് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. പിങ്ക് ഹൈഡ്രാഞ്ചിയയുടെ ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. ഇത് ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല, ചെറിയ പ്ലാന്റ്സുകളായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് പ്രിൻസസ് വൈനാണ്. ഇതിൻ്റെ ലീഫിനേക്കാൾ ഭംഗി ഇതിൻ്റെ വേരുകൾക്കാണ്. വേരുകൾ കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ഒരു പ്രിൻസസ് വൈൻ. നെക്സ്റ്റ് വൺ സീഡ്ലിംഗ് അഡീനിയാണ്. ഇതിന് കളർ സെലക്ഷൻ ഇല്ല, കോംബോ അവൈലബിൾ ആണ്. ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 50 രൂപയ്ക്ക് ലഭിക്കും. 10 പ്ലാന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 499 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോടെയും അയച്ചു തരുന്നതായിരിക്കും. അടുത്തതായിട്ട് യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റാണ്. നല്ല ഭംഗിയല്ലേ ഈ യെല്ലോ ബ്രൈഡലിൻ്റെ പൂക്കൾ കാണാൻ. അതുപോലെ തന്നെ അത്യാവശ്യം ഹാർഡി ആയിട്ടുള്ള ഒരു ക്രീപ്പർ വെറൈറ്റി കൂടെയാണ്. കുറച്ച് ടൈമാണ് ഇതൊന്ന് വള്ളിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്നൊന്ന് നശിച്ചു പോകുന്നൊരു പ്ലാന്റും അല്ല കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. ഒരു കലാത്തിയ വെറൈറ്റിയാണ്. ഓരോന്നിൻ്റെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ഈ ഒരു സൈസ് കലാത്തിയ പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് കസിയാബൈ ഫ്ലോറ. ഒരു അടിപൊളി കുറ്റിച്ചെടിയാണ്. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് പോലും ഇതിൽ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നുണ്ട്. അടുത്തായിട്ട് സെനീഷ്യ ക്രീപ്പറാണ്.
നെക്സ്റ്റ് വൺ വരുന്നത് കനേഡിയൻ കൊന്നയാണ്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് ട്രീ തന്നെയാണ് കനേഡിയൻ കൊന്ന. ഇതിനെ നിങ്ങൾ പോട്ടിലൊക്കെ വളർത്തുകയാണെങ്കിൽ അതിലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ. വലിയ മരമായാൽ മാത്രമല്ല കനേഡിയൻ കൊന്നയിൽ പൂക്കൾ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. എന്നാൽ ഇതിനെ നമുക്ക് പോട്ടിലും വളർത്താനായിട്ട് സാധിക്കും. പിങ്ക് ടെക്കോമ പ്ലാന്റ് ആണ്. ചെറുതായിട്ടൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. ബ്രസീലിയൻ ലേഡി എന്നറിയപ്പെടുന്ന ഒരു ബിഗോണിയാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്താം, അതല്ലാതെ തന്നെ സ്റ്റാൻഡ് പോട്ടിലും വളർത്താം. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റ് കൂടെയാണ്. അടുത്തതായിട്ട് വൈറ്റ് ക്യാൻഡിൽ പ്ലാന്റ് ആണ്. ഒരു സമയത്ത് ഓഫറിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് തികയാതെ വന്നൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. നല്ല ഭംഗിയാണ്. നല്ല ബഞ്ചായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ പൂക്കളാകും. അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഇത് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് ഐറിസ് പ്ലാന്റ് ആണ്. ഐറിസ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് കിഴങ്ങില്ല. ഈ ഒരു വെരിഗേറ്റഡ് ഐറിസിന് കിഴങ്ങുണ്ടായിരിക്കില്ല. വേരിൽ നിന്നാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. വാക്കിംഗ് ഐറിസ് അല്ല കേട്ടോ, നല്ല ടൈപ്പ് ഐറിസ് പ്ലാന്റ് തന്നെയാണ്. അടുത്തായിട്ട് പിങ്ക് ജാസ്മിനാണ്. പിങ്ക് ജാസ്മിന് നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. ഇതും ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റെയറാണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വൈറ്റ് ബ്ലീഡിങ് ഹേർട്ടാണ്. നമ്മൾ നേരത്തെ പിങ്ക് കണ്ടിരുന്നു. ഇവിടെ രണ്ടിൻ്റെയും പൂക്കൾ റെഡ് തന്നെയായിരിക്കും. ആ പുറത്തുള്ളൊരു കപ്പാണ് ഷെയ്ഡ് ഡിഫറെൻ്റ് ഉള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ ഇറക്റ്റയുടെ വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ വൈറ്റും പിങ്കും ഉള്ളതുകൊണ്ട് ഏത് തമ്പർജിയ ഇറക്റ്റയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് വൺ വരുന്നത് പാരിജാതമാണ്. ഒറിജിനൽ പാരിജാതമാണ് കേട്ടോ. നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. ഈ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ടെക്കോമ ക്യാപ്പൻസിസ് ആണ്. ഓറഞ്ച് ഷെയ്ഡിലുള്ള ടെക്കോമ ക്യാപ്പൻസിസ്. അടുത്തതായിട്ട് വരുന്നത് അബൂട്ട്ലോൺ ആണ്. ടൈഗർ അബൂട്ട്ലോൺ. ഡബിൾ ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. ഓറഞ്ചും യെല്ലോയും കലർന്ന ഒരു ഷെയ്ഡായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഇതിലുള്ള ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ഒക്കെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഡോഫാണ്. അധികം ഹൈറ്റ് ഉണ്ടാവില്ല. ഈ സൈസിലായിരിക്കും. ചെറിയ പ്ലാന്റ്സുകളായിരിക്കും. അതാണത് എടുത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല സുഗന്ധമുള്ള ഒരു പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റ്. സിംഗിൾ പെറ്റലാണെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത 3 നിറങ്ങളിലായിരിക്കും ഇതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ പൂക്കൾ ഉണ്ടാകുന്ന എന്നാൽ നല്ല സുഗന്ധപൂരിതമായ ഗാർഡീനിയ പ്ലാന്റ് ആണ്. ഗന്ധരാജ, സുഗന്ധരാജ എന്നൊക്കെ വിളിപ്പേരുള്ള ഈ പ്ലാന്റ് ഒരു ശ്രബ് വെറൈറ്റിയാണ്. എല്ലാ ക്ലൈമറ്റിലും എല്ലായ്പ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അടുത്തതും ഒരു സുഗന്ധമുള്ള പൂക്കൾ തരുന്ന പ്ലാന്റ് തന്നെയാണ്. എന്നാൽ ക്രീപ്പർ ആണെന്ന് മാത്രം. ഹണിസക്കിൾ പ്ലാന്റ്. നെക്സ്റ്റ് വൺ വരുന്നത് സീഡ്ലെസ് ചാമ്പയാണ്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സീഡ് ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ കായ പിടിക്കും. നിങ്ങൾക്ക് ഡ്രമ്മിലോ പോട്ടിലോ നിലത്തൊക്കെ വളർത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് വരുന്നത് റെഡ് പ്ലംബാഗ പ്ലാന്റ്. പ്ലംബാഗ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, കൊടുവേലി പ്ലാന്റ് ആണ്. കൊടുവേലിയുടെ റെഡ് ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി. അതിൻ്റെ തന്നെ വൈറ്റ് ഷെയ്ഡിലുള്ള വൈറ്റ് പ്ലംബാഗ പ്ലാന്റ്. നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണിത്. അടുത്തതായിട്ട് വരുന്നത് നീലക്കൊടുവേലി, ബ്ലൂ പ്ലംബാഗോ. 3 വെറൈറ്റിയും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഇതുപോലെ എല്ലാ സമയത്തും പൂക്കളായിരിക്കും. അടുത്തതായിട്ട് വരുന്നത് വൈറ്റ് ബ്രൈഡൽ ബൊക്കറ്റാണ്. ഇതുപോലെ ഈ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് ഹൈഡ്രാഞ്ചിയയുടെ ലൈറ്റ് പിങ്ക് ആണ്. ഡാർക്ക് പിങ്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് വേണ്ടതെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം. അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം. ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്. അപ്പോൾ ഇത് പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈനാണ്. പോട്ടിലും നിലത്തും വളർത്താൻ പറ്റിയ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത്. പോട്ടിലായാലും നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് പാസിഫ്ലോറ പ്ലാന്റ് ആണ്. റെഡ് പാസിഫ്ലോറ കുറച്ച് റെയറാണ്. പിങ്കും ബ്ലൂ ഒക്കെ നിങ്ങൾ കോമൺ ആയിട്ട് കാണാറുണ്ടാകും. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ഹൈഡ്രാഞ്ചിയ. ഇപ്പോൾ 5 ഷെയ്ഡുകളാണ്, 5 ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സുകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കോംബോ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. പിങ്ക് ജസ്റ്റീഷ്യ പ്ലാന്റ്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു കുറ്റിച്ചെടിയാണ്. അധികം ഹൈറ്റൊന്നും വെക്കേണ്ട. ചെറിയ പ്ലാന്റിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റിൽ പോലും ചിലതിലൊക്കെ
പൂക്കളായി കാണാറുണ്ട്. അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റ് ആണ്. വൈറ്റ് ഹോയ മാത്രമല്ല, നമ്മളടുത്ത് 5ഓളം കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഷെയ്ഡ് വേണമെന്നുള്ളവർ പ്രത്യേകം മെൻഷൻ ചെയ്താൽ മതി. അടുത്തതായിട്ട് മജന്ത ജാക്കോബിനയാണ്. ഇതിന് ജസ്റ്റീഷ്യ കരീന എന്നുള്ളൊരു പേരും ഉണ്ട്. മജന്ത ജാക്കോബിനാന്നോ അല്ലെങ്കിൽ ജസ്റ്റീഷ്യ കരീന ഏത് മെൻഷൻ ചെയ്താലും മതിയാകും. അടുത്തായിട്ട് വരുന്നത് റൂട്ടിയ ഫ്രൂട്ടിക്കോസ. ഇതിന് മിക്കി മൗസ് എന്നുള്ള പേരിലും അറിയപ്പെടുന്ന ഒരു ഫ്ലവറിങ് സ്hrub പ്ലാന്റ് കൂടിയാണിത്. നന്നായിട്ട് വെയിലുള്ള ഭാഗത്ത് വെക്കുമ്പോഴാണ് നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് വരുന്നത് സാൻഡൽ ഇക്സോറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഇക്സോറയുടെ കളറ് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സാൻഡൽ കളറാണ്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഇക്സോറ പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ക്ലെറോഡൻഡ്രാണ്. ചൈനീസ് ഗ്ലോറി, അതുപോലെ വെള്ളക്കൊന്ന എന്നുള്ള പേരിലൊക്കെ ഈ ഒരു shrub വെറൈറ്റി അറിയപ്പെടാറുണ്ട്. അടുത്തതായിട്ട് റെഡ് ഇക്സോറയാണ്. ഇതിലും പെട്ടെന്ന് പൂക്കളാവുന്നുണ്ട്. കട്ടിങ്സ് പിടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇക്സോറ പ്ലാന്റ്സുകളൊന്നും ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടുതൽ പരിചരണവും ആവശ്യമില്ലാത്ത പ്ലാന്റാണ് ഇക്സോറ പ്ലാന്റ്സ്. ഇത് നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഓറഞ്ച് ഇക്സോറയാണ്. ഇതൊക്കെ അത്യാവശ്യം ഹൈറ്റ് വരുന്ന ടൈപ്പാണ്, തീരെ ഡ്വാർഫ് വെറൈറ്റി അല്ല. നെക്സ്റ്റ് കൊണ്ട് വരുന്നത് സ്നോറോസ് ആണ്. ഡബിൾ പെറ്റലാണ്. ബോൺസായി ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടെയാണ്. ഇത്രയും പ്ലാന്റ്സുകളാണ് ഇന്നത്തെ ഈ ഒരു ഓണം ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പ്ലാന്റുകൾ മിനിമം 3 എടുക്കുമ്പോഴാണ് 50 രൂപയ്ക്ക് ലഭിക്കുന്നത്. ഞാൻ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞിരുന്നു, ഓരോ പ്ലാന്റ് എടുക്കുമ്പോൾ ആ പ്രൈസിൽ ലഭിക്കില്ല. ഇതിൻ്റെ അവസാന തീയതി വരുന്നത് 28-ാം തീയതി, ഓഗസ്റ്റ് 28 വൈകുന്നേരം 8 മണി വരെയാണ്. അതിനുശേഷം എൻക്വയറി ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രൈസിൽ ലഭിക്കുന്നതല്ല. മാത്രമല്ല, എൻക്വയറി ചെയ്താൽ മാത്രം നിങ്ങൾക്കൊരു ഓഫർ പ്രൈസിൽ ലഭിക്കില്ല. എൻക്വയറി ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടി ഒരു 10 ഹവേഴ്സിനുള്ളിലായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ ലഭിക്കുകയുള്ളൂ. കഴിയുന്നതും നിങ്ങൾ വിളിക്കുന്നതിന് പകരമായിട്ട് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൂടുതൽ എൻക്വയറി വരുന്ന സമയത്ത് നമ്മൾ റിപ്ലൈ തരാൻ കുറച്ച് വൈകിയാലും എല്ലാവരുടെയും മെസ്സേജ് റീഡ് ചെയ്ത് റിപ്ലൈ നൽകുക തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഞാൻ പഴയ നമ്പറിലേക്ക് കുറേ കസ്റ്റമേഴ്സ് മെസ്സേജ് ഇടുന്നതായിട്ട് കാണാറുണ്ട്. കഴിയുന്നതും നിങ്ങൾ ഇതിൽ കാണുന്ന, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ മെസ്സേജ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല, റിപ്ലൈ കാണാതെ വരുമ്പോൾ ചിലർ ടെൻഷനായിട്ട് വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കും. അൺറീഡ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് താഴെ നിന്നാണ് നമ്മൾ മെസ്സേജ് നോക്കി വരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ആരും വീണ്ടും വീണ്ടും അയക്കരുത്. എല്ലാവരുടെയും മെസ്സേജ് നമ്മൾ നോക്കി, പൈസ ഇട്ടതാണെങ്കിലും എൻക്വയറി ചെയ്തതാണെങ്കിലും എല്ലാവരുടെയും മെസ്സേജിന് ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും വിട്ടുപോകരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരിക്കൽ കൂടി ഓണാശംസകൾ.